ഹലോ എവരി വൺ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റ 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഈ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റയിൽ അതിൻ്റെ ഫോമൽ ഡെഫിനിഷനും അതേപോലെ ട്രാൻസിഷൻ ഡയഗ്രം, ട്രാൻസിഷൻ ടേബിൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ആൻഡ് ഇൻ ടുഡേയ്സ് വീഡിയോ വി വിൽ ഡിസ്കസ് ദ വർക്കിംഗ് ഓഫ് DFA and then we will see the extended transition function delta star, and finally we will see the regular language, the definition of regular language and some examples. Okay, so first of all let us see the working of DFA. ഇവിടെ ഒരു DFAയുടെ ട്രാൻസിഷൻ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. Okay, and from this diagram we can write the formal definition. എങ്ങനെ എഴുതാൻ പറ്റും? ഫോമൽ സപ്പോസ് ഈ ഒരു DFAക്ക് ഞാൻ M എന്ന് നെയിം കൊടുക്കുകയാണ്. ദ ഫോമൽ ഡെഫിനിഷൻ ഓഫ് ദിസ് DFA എങ്ങനെ എഴുതാൻ പറ്റും? Q സിഗ്മ ഡെൽറ്റ Q0 ആൻഡ് F. ഇതാണല്ലോ ഫോമൽ ഡെഫിനിഷൻ നമ്മൾ ജനറലി പറയുന്നത്. ദാറ്റ് ഇസ് ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. ഇവിടുത്തെ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? Q0, Q1, Q2. അപ്പോൾ നമ്മളത് സെറ്റിനകത്ത് എഴുതും. Q0, Q1, Q2. ഇത്രയാണ് സ്റ്റേറ്റ്സ്. സിഗ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻപുട്ട് സിമ്പിൾസ്, ഇൻപുട്ട് ആൽഫബറ്റ് ഏതൊക്കെയാണ്? സിമ്പിൾസ് ഏതൊക്കെയാണ്? 0ഉം 1ഉം ആണ് സിമ്പിൾസ്. സോ സെറ്റ് 0, 1 ഇസ് ദ ഇൻപുട്ട് ആൽഫബറ്റ്. ആൾസോ ഡെൽറ്റ. ദെൻ Q0 ഇനിഷ്യൽ സ്റ്റേറ്റ് ഏതാണ്? Q0 ആണ് ഇനിഷ്യൽ സ്റ്റേറ്റ്. ആൻഡ് F എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ്. ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡബിൾ സർക്കിൾ കൊടുത്തിരിക്കുന്നത്, അതായത് Q1 ആണ് ഫൈനൽ സ്റ്റേറ്റ്. സോ നമ്മളത് സെറ്റിനകത്ത് എഴുതും, സെറ്റ് Q1. അപ്പോൾ ഇതാണ് ഈ തന്നിരിക്കുന്ന DFAയുടെ ഫോമൽ ഡെഫിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം ഇവിടെ 3 സ്റ്റേറ്റ്സ് ഉണ്ട്. ഇൻപുട്ട് ആൽഫബറ്റ് 0ഉം 1ഉം ആണെന്ന് അറിയാം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതായത് ഈ ഒരു DFA എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്തിട്ട് ഫൈനലി അത് ഏത് സ്റ്റേറ്റിൽ റീച്ച് ചെയ്യും? അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്ട്രിങ് എഴുതാണ് 0, 1, 1, 0, 1. ഈ ഒരു സ്ട്രിങ്ങിനെ നമ്മുടെ ഈ തന്നിരിക്കുന്ന DFA അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് DFAയുടെ വർക്കിംഗ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ഈ DFA അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്താണ്? Q0 ആണ് ഇനിഷ്യൽ സ്റ്റേറ്റ്. Q0 എന്ന ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഈ DFA എന്ത് ചെയ്യും? ഇതിൻ്റെ ഫസ്റ്റ് സിമ്പിളിനെ റീഡ് ചെയ്യും. അതായത് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് സിമ്പിൾ ഏതാണ്? 0നെ റീഡ് ചെയ്യും. Q0 സ്റ്റേറ്റിൽ നിന്ന് 0 എന്ന് പറയുന്ന ഇൻപുട്ട് സിമ്പിളിനെ റീഡ് ചെയ്യും. എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? Q0 എന്ന സ്റ്റേറ്റിൽ നിന്ന് 0 എന്ന് പറയുന്ന ഇൻപുട്ട് സിമ്പിളിനെ റീഡ് ചെയ്തിട്ട് തിരിച്ച് Q0യിൽ തന്നെ നിൽക്കും. ഓക്കെ, സോ ആഫ്റ്റർ റീഡിങ് the symbol 0, the DFA moves to the state Q0. So again the current state is Q0. Okay, now from the Q0 next symbol read ചെയ്യും. നെക്സ്റ്റ് സിമ്പിൾ എന്താണ്? 1 ആണ് നെക്സ്റ്റ് സിമ്പിൾ. സോ Q0യിൽ നിന്ന് 1 എന്ന് പറയുന്ന ഇൻപുട്ട് സിമ്പിൾ റീഡ് ചെയ്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? Q1ലോട്ട് റീച്ച് ചെയ്യും. ഓക്കെ, സോ നൗ ദ കറന്റ് സ്റ്റേറ്റ് ഇസ് Q1. ഓക്കെ, ആൻഡ് ദെൻ ഫ്രം ദ സ്റ്റേറ്റ് Q1 the DFA now read the symbol, next symbol, അടുത്ത 1 റീഡ് ചെയ്യും, അടുത്ത സിമ്പിൾ 1 റീഡ് ചെയ്യും. സോ Q1ൽ നിന്ന് 1 റീഡ് ചെയ്യും. Q1ൽ നിന്ന് 1 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? Q1 സ്റ്റേറ്റിൽ നിന്ന് 1 റീഡ് ചെയ്തിട്ട് DFA Q2 സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ നൗ ദ കറന്റ് സ്റ്റേറ്റ് ഇസ് Q2. ഇപ്പോൾ DFA Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണുള്ളത്. ഓക്കെ, നൗ ഈ Q2 സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സിമ്പിൾ റീഡ് ചെയ്യും. ദാറ്റ് ഇസ് നെക്സ്റ്റ് സിമ്പിൾ 0 ആണ്. സോ Q2 സ്റ്റേറ്റിൽ നിന്ന് 0 എന്ന് പറയുന്ന സിമ്പിൾ റീഡ് ചെയ്തിട്ട് എഗെയിൻ തിരിച്ച് Q2ൽ തന്നെ റീച്ച് ചെയ്യും. സോ എഗെയിൻ ദ കറന്റ് സ്റ്റേറ്റ് ഇസ് Q2. നൗ ഫ്രം ദ സ്റ്റേറ്റ് Q2 ഇറ്റ് റീഡ്സ് ദ സിമ്പിൾ നെക്സ്റ്റ് സിമ്പിൾ 1. സോ Q2ൽ നിന്ന് 1 റീഡ് ചെയ്തിട്ട് ഇത് ഏത് സ്റ്റേറ്റിലെത്തും? Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എത്തും. സോ നൗ ദ സ്റ്റേറ്റ് ഇസ് Q1. ഇപ്പോൾ DFA Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും സിമ്പിൾ റീഡ് ചെയ്യാനുണ്ടോ? ഇല്ല. അതായത് ഈ ഇവിടെ തന്നിരിക്കുന്ന സ്ട്രിങ്സിലെ കംപ്ലീറ്റ് സിമ്പിൾസും ഈ DFA റീഡ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ സ്ട്രിങ്ങിനെ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ DFA ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്? Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇനി ചെക്ക് ചെയ്യുക, ഈ Q1 ഫൈനൽ സ്റ്റേറ്റ് ആണോ നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണോ? Q1 നമുക്കറിയാം ഫൈനൽ സ്റ്റേറ്റ് ആണ്. അതായത് ഈ സ്ട്രിങ്ങിനെ കംപ്ലീറ്റ് റീഡ് ചെയ്തതിന് ശേഷം ഈ DFA അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ചെയ്തു. സോ Q1 ഇസ് ദ ഫൈനൽ സ്റ്റേറ്റ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? The string is accepted by DFA. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സ്ട്രിങ് എക്സാമ്പിളായിട്ട് എടുക്കാം. ഞാൻ വേറൊരു സ്ട്രിങ് എഴുതാണ് 1011.
ഈ സ്ട്രിങ്ങിനെ എങ്ങനെയാണ് ഡി എഫ് എ പ്രോസസ്സ് ചെയ്യുന്നത് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ഡി എഫ് എ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റിലാണ്, ദറ്റ് ഈസ് Q0. നൗ ഫ്രം Q0 it reads the first symbol 1. So from Q0 it reads the first symbol 1 and moves to the state Q1. So the current state is Q1. Okay. Now from Q1 the DFA read the next symbol 0. That is from Q1 it read the next symbol 0 and moves to the state Q0. So now the current state is Q0. Now from the current state Q0 it read the next symbol 1. So from Q0 it reads the next symbol 1 and reaches the state Q1. So again it reaches the state Q1. Now from Q1 it read the next symbol 1. Q1 il ninnu 1 read ചെയ്യും. So Q1 in 1 read ചെയ്തിട്ട് it moves to the state Q2. Okay. Now the current state is Q2 and ഇവിടെ നമുക്ക് ഇനി symbols read ചെയ്യാനുണ്ടോ? ഇല്ല. So the whole string is processed and finally the DFA reaches in the state Q2 and now check whether Q2 is a final state or non-final state. So Q2 final state ആണോ? അല്ല. It's a non-final state. So നമുക്ക് എന്ത് പറയാൻ പറ്റും? This string is not accepted by DFA. Okay. അപ്പോൾ ഇത്രയാണ് ഡി എഫ് എയുടെ വർക്കിംഗിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സ്റ്റെൻഡഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. അതായത് ഡെൽറ്റ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. എന്താണ് ഡെൽറ്റ? അതായത് ഇപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ Q0 സ്റ്റേറ്റിൽ നിന്ന് 1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് സിമ്പിൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് എങ്ങോട്ട് പോകും? Q1 സ്റ്റേറ്റിലോട്ട് പോകും അല്ലേ? അതിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഡെൽറ്റ ഓഫ് Q0, 1 ഈക്വൽ ടു Q1. Q0 സ്റ്റേറ്റിൽ നിന്ന് 1നെ റീഡ് ചെയ്തിട്ട് Q1 സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതാണ് ഡെൽറ്റ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഡെൽറ്റ സ്റ്റാർ എന്താണെന്ന് പറയാം. ഡെൽറ്റ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ സ്ട്രിങ്ങിനെ റീഡ് ചെയ്തിട്ട്, സ്ട്രിങ് കംപ്ലീറ്റ്ലി റീഡ് ചെയ്തിട്ട് അത് ഏത് സ്റ്റേറ്റിലോട്ട് പോകും എന്നുള്ളതാണ് ഡെൽറ്റ സ്റ്റാർ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഡെൽറ്റ സ്റ്റാർ ഓഫ് Q0, 1011 ഇതൊരു സ്ട്രിങ് എക്സാമ്പിളായിട്ട് എഴുതിയതാണ്. ഓക്കെ. അപ്പോൾ ഇത് എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് Q0 എന്ന സ്റ്റേറ്റിൽ നിന്ന് ഈ ഹോൾ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഫൈനലി ഡി എഫ് എ ഏത് സ്റ്റേറ്റിൽ റീച്ച് ചെയ്യും. അതാണ് ഈ ഡെൽറ്റ സ്റ്റാർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ സ്റ്റാർ ഓഫ് ഈ ഒരു ഹോൾ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം 1 എന്ന് പറയുന്ന ഈ ഇൻപുട്ട് സിമ്പിളിനെ റീഡ് ചെയ്യണം അല്ലേ? Q0 സ്റ്റേറ്റിൽ നിന്ന് 1നെ റീഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ഓഫ് Q0, 1. Q0യിൽ നിന്ന് 1നെ റീഡ് ചെയ്ത് കഴിയുമ്പോൾ അത് വേറൊരു സ്റ്റേറ്റിലോട്ട് റീച്ച് ചെയ്യും. അതിനെ ഞാൻ ഡെൽറ്റ ഓഫ് Q0, 1 എന്ന് എഴുതി. Q0യിൽ നിന്ന് 1 റീഡ് ചെയ്യണം. ഇനി ബാക്കി ഏതൊക്കെ സിമ്പിൾസ് ഉണ്ട്? 0, 1, 1 ഇനി ബാക്കി റീഡ് ചെയ്യാനുണ്ട്. 0, 1, 1 ബാക്കി റീഡ് ചെയ്യാനുണ്ട്. ഓക്കെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നൗ വാട്ട് ഈസ് ഡെൽറ്റ ഓഫ് Q0, 1? ഡെൽറ്റ ഓഫ് Q0, 1 എന്താണ്? നമുക്കറിയാം Q1 ആണ്. ഓക്കെ. സോ ഡെൽറ്റ സ്റ്റാർ ഓഫ് Q0, 1 എന്ന് പറയുന്നത് Q1 ആണ്. സോ റിമൈനിങ് സ്ട്രിങ് 0, 1, 1. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ സ്റ്റാർ ഓഫ് Q1ൽ നിന്ന് ഇനി ആദ്യം റീഡ് ചെയ്യാൻ പോകുന്നത് 0 ആണ്. ഡെൽറ്റ ഓഫ് Q1, 0. Q1 സ്റ്റേറ്റിൽ നിന്ന് 0യെ റീഡ് ചെയ്തിട്ട് എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ദ റിമൈനിങ് സബ്സ്ട്രിങ് ഇസ് 1, 1 which is equal to delta star of, now what is delta of Q1, 0? നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ Q1ൽ നിന്ന് 0 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് Q0ലോട്ട് റീച്ച് ചെയ്യും. ഓക്കെ. Q0 ഡെൽറ്റ ഓഫ് Q1, 0 എന്ന് പറയുന്നത് Q0. സോ 1, 1 അതേപോലെ എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ സ്റ്റാർ ഓഫ്, നൗ ദ കറണ്ട് സ്റ്റേറ്റ് ഈസ് Q0. Q0യിൽ നിന്ന് ഫസ്റ്റ് ഈ 1നെ റീഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഡെൽറ്റ ഓഫ് Q0, 1. ബാക്കി റിമൈനിങ് സിമ്പിൾ 1. നമ്മൾ ഡെൽറ്റ സ്റ്റാർ അതേപോലെ എഴുതി. വാട്ട് ഈസ് ഡെൽറ്റ ഓഫ് Q0, 1? Q0 സ്റ്റേറ്റിൽ നിന്ന് 1നെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? Q1ലോട്ട് പോകും. സോ 1 അതേപോലെ എഴുതി. നൗ ഇവിടെ നമുക്കിപ്പോൾ ഒറ്റ സിമ്പിൾ അല്ലേ ഉള്ളൂ.
സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ഓഫ് Q1, 1 എന്ന് എഴുതാം. സോ ഡെൽറ്റ സ്റ്റാർ ഓഫ് Q1, 1നെ നമുക്ക് ഇവിടെ ഒരു സിംഗിൾ സിമ്പലേ ഉള്ളൂ. ഇനി റിമൈനിങ് റീഡ് ചെയ്യാനായിട്ട് ഇനി ഒറ്റ സിമ്പലല്ലേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഡെൽറ്റ സ്റ്റാർ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ഓഫ് Q1, 1. ഓക്കെ, നൗ വാട്ട് ഈസ് ഡെൽറ്റ ഓഫ് Q1, 1? Q1ൽ നിന്ന് 1നെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു Q2. ഓക്കെ, അപ്പോൾ ഡെൽറ്റ സ്റ്റാർ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ്ങിനെ അതെങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നൗ ഈ ഒരു Q2 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫൈനൽ ആണോ? അല്ല, ഇറ്റ്സ് എ നോൺ ഫൈനൽ സ്റ്റേറ്റ്. നോൺ ഫൈനൽ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഗിവൺ സ്ട്രിങ് 1011 is not accepted by the given DFA. Okay. നെക്സ്റ്റ് പഠിക്കാനുള്ളത് റെഗുലർ ലാംഗ്വേജ്. വാട്ട് ഈസ് റെഗുലർ ലാംഗ്വേജ്? റെഗുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇസ് എ ഫോർമൽ ലാംഗ്വേജ് അക്സെപ്റ്റഡ് ബൈ ദ ഫൈനൈറ്റ് ഓട്ടോമേറ്റ. അപ്പോൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ DFA ആകാം അല്ലെങ്കിൽ NFA ആകാം. ഓക്കെ, അപ്പോൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈനൈറ്റ് ഓട്ടോമേറ്റയ്ക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജസിനെയാണ് റെഗുലർ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഫോർമലി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സേ ഒരു DFA, ലെറ്റ് എ DFA M equal to Q സിഗ്മ ഡെൽറ്റ Q0 ആൻഡ് F. ഇതാണ് DFAയുടെ ഫോർമൽ ഡെഫിനേഷൻ. അപ്പോൾ ഈ ഒരു DFA അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് വിച്ച് ഇസ് റെഗുലർ ലാംഗ്വേജ്, അതിന് നമുക്ക് എങ്ങനെ ഫോർമലി ഡിഫൈൻ ചെയ്യാം? ദ ലാംഗ്വേജ് അക്സെപ്റ്റഡ് ബൈ ദ ഗിവൺ DFA M, അതിനെ നമ്മൾ L ഓഫ് M എന്ന് എഴുതും, ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് W സച്ച് ദാറ്റ് ഡെൽറ്റ സ്റ്റാർ ഓഫ് Q0, W is the element of F. അതായത് the language accepted by the given DFA എന്ന് പറയുന്നത് set of all strings W such that, ഇനി ഈ W എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം? അതായത് Q0യിൽ നിന്ന്, Q0 എന്ന് പറയുന്നത് ഈ DFAയുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് W എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ കംപ്ലീറ്റ്ലി റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി ഈ ഒരു DFA എവിടെ റീച്ച് ചെയ്യണം? എനി വൺ ഓഫ് ദി ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ചെയ്യണം. നമുക്കറിയാം F എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ Q0യിൽ നിന്ന് W എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് സ്റ്റേറ്റിലെത്തും? അതാണ് ഡെൽറ്റ സ്റ്റാർ ഓഫ് Q0, W എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ ഫൈനൽ സ്റ്റേറ്റ്, ഇറ്റ് ഷുഡ് ബി ആൻ എലമെൻറ്റ് ഓഫ് F. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we can say that this language is a regular language. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു DFA തന്നിട്ടുണ്ട്, ഒരു സിമ്പിൾ DFA ആണ്. നമുക്ക് നോക്കാം ഈ ഒരു DFA അക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ദ ലാംഗ്വേജ് ഓഫ് ഗിവൺ DFA L is equal to, എന്തൊക്കെ സ്ട്രിങ്സ് അതിൽ വരുന്നത് നോക്കിയേ. ഇവിടെ ഈ ഒരു DFAയിൽ നമുക്കറിയാം 2 സ്റ്റേറ്റ്സ് ആണുള്ളത്, വിച്ച് ഇസ് Q0 ആൻഡ് Q1. Q0 is the initial state, Q1 is the final state, and the symbols, input symbols എയും ബിയും ആണ്. സോ നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത് സെറ്റ് A, B ആണ്. ഓക്കെ, ആൻഡ് ദ സ്റ്റേറ്റ്സ് ആർ Q0, Q1. നൗ ഇനിഷ്യൽ സ്റ്റേറ്റ് Q0യിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റ് Q1ൽ റീച്ച് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ സ്ട്രിങ്സിനെ റീഡ് ചെയ്തിട്ട് ഈ ഒരു DFA Q0യിൽ നിന്ന് Q1ൽ റീച്ച് ചെയ്യുമെന്ന് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ A എന്ന് പറയുന്ന ഒരു സ്ട്രിങ് എടുക്കുകയാണ്. A എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് Q0യിൽ നിന്ന് Q1ൽ റീച്ച് ചെയ്യുമോ? Q0യിൽ നിന്ന് A റീഡ് ചെയ്ത് കഴിഞ്ഞാൽ Q0യിൽ തന്നെ എത്തത്തുള്ളൂ, ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ചെയ്യില്ല. ഇനി B എന്ന് പറയുന്ന സ്ട്രിങ് എടുക്കാം. B എന്ന് പറയുന്ന സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, Q0യിൽ നിന്ന് B റീഡ് ചെയ്ത് കഴിഞ്ഞാൽ Q1ലെത്തും, അതായത് ഫൈനൽ സ്റ്റേറ്റിലെത്തി. സോ ഈ നമ്മുടെ ലാംഗ്വേജിൽ B എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത വേറൊരു സ്ട്രിങ് എടുക്കുകയാണ്, AB എന്ന് പറയുന്ന സ്ട്രിങ് എടുക്കുകയാണ്. അത് റീഡ് ആവുന്നു, അക്സെപ്റ്റ് ആവുന്നുണ്ടോ നോക്കാം. സോ ഫസ്റ്റ് A റീഡ് ചെയ്യും, ദെൻ B റീഡ് ചെയ്യും. ഓക്കെ, Q0യിൽ നിന്ന് A റീഡ് ചെയ്ത് കഴിഞ്ഞാൽ Q0യിൽ തന്നെ റീച്ച് ചെയ്യും. ദെൻ ഇവിടെ നിന്നുകൊണ്ട് B റീഡ് ചെയ്യണം. B റീഡ് ചെയ്ത് കഴിഞ്ഞാൽ Q1ൽ റീച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ AB എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ആക്കുന്നുണ്ട്. സോ അടുത്ത വേറൊരു ഞാൻ സ്ട്രിങ് എഴുതാണ് BA. BA എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ ഇത് റീഡ് ചെയ്യുന്നുണ്ടോ നോക്കാം, പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ നോക്കാം. സോ ഫസ്റ്റ് B റീഡ് ചെയ്യണം, ദെൻ അവിടെ നിന്ന് A റീഡ് ചെയ്യണം. ഫസ്റ്റ് Q0യിൽ നിന്ന് B റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് Q1ൽ റീച്ച് ചെയ്യും. നൗ ഫ്രം Q1ൽ നിന്ന് A റീഡ് ചെയ്യണം. A റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് Q0യിൽ തിരിച്ച് റീച്ച് ചെയ്യും.
അപ്പോൾ Q0 ഫൈനൽ സ്റ്റേറ്റ് അല്ല. അപ്പോൾ ഇതിനെ പ്രോസസ്സ് ചെയ്യുമോ? ഇല്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇനി ഞാൻ വേറൊരു സ്ട്രിങ് എടുക്കുകയാണ്, AAB. നോക്കാം, A എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് A എടുത്തു കഴിഞ്ഞാൽ Q0-ലെത്തും, ദെൻ അടുത്ത സെക്കൻഡ് A എടുത്തു കഴിഞ്ഞാൽ വീണ്ടും Q0-ൽ, ആൻഡ് തേർഡ് B എടുത്തു കഴിഞ്ഞാൽ Q1-ൽ റീച്ച് ചെയ്യും. അപ്പോൾ AAB എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത വേറൊരു സ്ട്രിങ് എടുക്കുകയാണ്, ABA അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ABA വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് A എടുക്കും, Q0-ൽ റീച്ച് ചെയ്യും, ദെൻ B എടുക്കും, Q1-ൽ റീച്ച് ചെയ്യും, ദെൻ എഗെയിൻ A എടുക്കും, തിരിച്ച് Q0-ൽ റീച്ച് ചെയ്യും. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ് അല്ല. സോ ABAനെ അക്സെപ്റ്റ് ചെയ്യില്ല. സോ അടുത്തൊരു സ്ട്രിങ് AB നോക്കാം. സോ A എടുത്തു കഴിഞ്ഞാൽ Q0, ദെൻ B എടുത്തു കഴിഞ്ഞാൽ Q1, എഗെയിൻ A എടുത്തു കഴിഞ്ഞാൽ Q0, എഗെയിൻ B എടുത്തു കഴിഞ്ഞാൽ Q1. സോ ഇറ്റ് റീച്ചസ് ദ ഫൈനൽ സ്റ്റേറ്റ്. സോ ABനെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് സ്ട്രിങ് കൂടെ ഞാനിവിടെ എഴുതാം, ABB, എക്സെട്ര. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ സ്ട്രിങ്ങിനെ ഈ ഒരു DFA അക്സെപ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? എല്ലാ സ്ട്രിങ്ങിനും എൻഡ് ചെയ്യുന്നത് B-യിലാണ്. അപ്പോൾ ഈ ഒരു DFA അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ സ്ട്രിങ്ങും എൻഡ് ചെയ്യുന്നത് ഏത് സിമ്പലിലാണ്? B-യിലാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഫോമിലി ഡിഫൈൻ ചെയ്യാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് WB, അതായത് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ WB ആണ്. അതായത് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അവസാനം B ഉണ്ടായിരിക്കണം. സച്ച് ദാറ്റ്, ഇനി W എന്താണെന്ന് ഡിഫൈൻ ചെയ്താൽ മതിയല്ലോ. W ഇസ് എൻ എലമെൻറ്റ് ഓഫ് സിഗ്മ സ്റ്റാർ. അതായത് സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് AB ആണ്. അപ്പോൾ സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത് ആണ് സെറ്റ് AB ഹോൾ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ സ്റ്റാർ എന്താണ്, അല്ലെങ്കിൽ സെറ്റ് AB ദ ഹോൾ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എയും ബിയും വെച്ച് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ദറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ സിമ്പിൾസ് A ആൻഡ് B. ഓക്കെ, അപ്പോൾ അതിൻ്റെ എലമെൻ്റ് ആയിരിക്കണം W എന്ന് പറയുന്നത്. സോ W ക്യാൻ ബി എനി സീക്വൻസ് ഓഫ് A ആൻഡ് B. എനെയും ബിനെയും ഏത് സീക്വൻസിൽ വേണമെങ്കിലും എഴുതിയാൽ അത് W ആയിരിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രിങ്ങിൻ്റെ മീനിങ്? സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ദാറ്റ് എൻഡ്സ് വിത്ത് ബിയിൽ എൻഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു DFAയുടെ റെഗുലർ ലാംഗ്വേജ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അതായത് ഒരു റെഗുലർ ലാംഗ്വേജ് തന്നു കഴിഞ്ഞാൽ DFA എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു, അതുപോലെ DFA തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റെഗുലർ ലാംഗ്വേജ് എങ്ങനെ എഴുതാം, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.